സ്വന്തം പാർട്ടി സിന്ദാബാദ്, സ്വന്തം പാർട്ടി സിന്ദാബാദ്. ഇതെന്നാ സ്വന്തം പാർട്ടി സിന്ദാബാദ്. വെയിലിന് ചൂട് കൂടിയതിന്റെ ലക്ഷണമാണോ ഇത്? വെയിലിന് ചൂട് കൂടിയതൊന്നും അല്ല. പിന്നെന്താ സ്വന്തം പാർട്ടി സിന്ദാബാദ് എന്നൊക്കെ പറയുന്നത്? പാർട്ടി രൂപീകരിക്കാൻ പോവാ. ആണ്. ഇവിടെ കുറെ ജനങ്ങളുണ്ട്. അവര് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. ഇത് തന്നെ അവരുടെ തൊഴില്. അവിടുന്ന് കിട്ടുന്നത് ഇവിടെ കൊണ്ടുക്കും, ഇവിടുന്ന് കിട്ടുന്നത് അതിന്റെ അപ്പുറത്ത് കൊണ്ടുക്കും. അതിനിപ്പോ അത് ട്രെൻഡല്ലേ ഇവിടെ ഇപ്പോഴത്തെ? അതൊന്ന് മാറ്റണം. എനിക്ക് ഞാനത് കാരണം ഇനി അതിലൊന്നുമില്ല. ഞാൻ സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിക്കാൻ പോവാ. ആണോ? ഓഹോ, ആ ചേച്ചി മാത്രമാണോ അതിനകത്ത് അംഗം? മാത്രമല്ല, കൂടുന്നവർക്കൊക്കെ നല്ല ആൾക്കാർക്കൊക്കെ കൂടാം. പാർട്ടിയുടെ പേരാണ് ഈ സ്വന്തം പാർട്ടി. സ്വന്തം പാർട്ടി. സ്വന്തം പാർട്ടി സിന്ദാബാദ്. ഓ, ഞാൻ കൂടുന്നൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് എല്ലാം ഒന്ന് ശരിയാക്കണം. അതിന് കുറച്ച് പണികളൊക്കെ. ഇപ്പൊ ചേച്ചിയുടെ കൂടെ ഇതിന് വേറെ ആരെയും കണ്ടില്ലല്ലോ ഈ സിന്ദാബാദ് എല്ലാവരും പറയാനായിട്ട് അറിയാം. എന്നാലും അങ്ങനെയാകുമ്പോ ചേച്ചിയുടെ കൂടെ ആരെങ്കിലും കൂടിയിട്ടുണ്ടാവും. പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൂടെ വേണ്ടേ? പേരോട് പറഞ്ഞിട്ടുണ്ട്. അവരിന്ന് വൈകുമ്പോ എന്റെ വീട്ടിൽ വരും. ഇരുന്നെല്ലാം പറഞ്ഞ് തീരുമാനിക്കും. സ്വന്തം പാർട്ടി. സ്വന്തം പാർട്ടി. അത് കൊള്ളാം. അതിനാണ് ഒരു നീ കൂടുന്നുണ്ടോ? ഇല്ല. അയ്യോ, സ്വന്തം പാർട്ടിയിൽ ഏതായാലും ഞാനില്ല. ഇതിനെക്കൊണ്ട് എന്നതിനാ പിന്നെ പറ്റുന്നത്? ഒന്നിനും പറ്റുകയല്ല. നീ ഇങ്ങനെ ഒരു മനുഷ്യശ്രീ എന്നും പറയാൻ പറ്റുകയല്ല. പിന്നെ ഞാൻ എന്നാ മനുഷ്യശ്രീ അല്ലേ? ഒന്നിനും കഴിയലാത്ത ഒരു സാധനം. ചേച്ചിയുടെ സ്വന്തം പാർട്ടിയിലൊന്നും എന്തായാലും ഞാനില്ല. വേണ്ട. ചേച്ചി എന്തിനാ സ്വന്തം പാർട്ടി ഉണ്ടാക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. എന്തിനാ? അതിപ്പം ഞാൻ പറയുന്നില്ല. ചേച്ചി സ്വന്തം പാർട്ടിയാ പോലും. ഓ, നീ സ്വന്തം പാർട്ടി ലക്ഷം പിന്നാലെ എന്ന് പറയുന്നുണ്ടോ? ഒന്നും കാര്യം കാണുന്നുമില്ല. ലക്ഷം പിന്നാലെ വേണ്ടി വന്നാ പറയും. അതാ ലക്ഷം ആകട്ടെ എന്നിട്ട് പറഞ്ഞാൽ കേട്ടോ. കൊള്ളാം. ചെറുതായിട്ടല്ലേ തുടങ്ങുന്നത്. ചെറുതായിട്ടാണ് വളർന്ന് പന്തലിക്കും. ലക്ഷം പിന്നാലെ. എന്നാ പോയി വിളിച്ചങ്ങ് പോക്കോ. ഞാനിപ്പൊ കൂടുന്നില്ല. സ്വന്തം പാർട്ടി സിന്ദാബാദ്. ഞാൻ പോവാ. ശരി.